ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് വലിയ കാര്യങ്ങളൊന്നും പറയാനല്ല കേട്ടോ. ലോകാവസാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭീകരമായ കാര്യങ്ങൾ വരുന്നു എന്ന് പറയാനൊന്നുമല്ല ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ വന്നത് ഒരു കൊച്ചു കാര്യം, വളരെ കുഞ്ഞ കാര്യമാണ് കേട്ടോ. അത് പറയാനാണ്. എനിക്ക് ഉണ്ടായൊരു അനുഗ്രഹമാണ്, ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇങ്ങനെയാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്. ആ ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. അതുപോലെ ഈശോ വലിയ കാര്യങ്ങളും പ്രബോധനങ്ങളും അതൊന്നല്ല കർത്താവ് നോക്കിക്കാണുന്നത് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഈ കൊച്ചു കാര്യങ്ങളിൽ ഈശോ തൽപരനാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ കാരണം എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റുന്നത് കൊച്ചു കാര്യങ്ങളാണ്. അതിൽ കൂടെ എന്തെങ്കിലും മാർഗങ്ങൾ എനിക്ക് കിട്ടുമോ എന്നാണ് എൻ്റെ ചിന്ത എപ്പോഴും. കൊച്ചു കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ വിശ്വസിക്കും. പിന്നെ ഓരോ വിശുദ്ധരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 25-ാം തീയതിയാണ്. നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സിസ്റ്റർ മരിയ സെലിൻ്റെ ദിവസമാണ്. കുണ്ടന്നൂരിലുള്ള സിസ്റ്റർ മരിയ സെലിൻ, ധന്യയായിട്ട് പ്രഖ്യാപിച്ച സിസ്റ്റർ മരിയ സെലിൻ കണ്ണൂർ ഉർസ്ലൈൻ കോൺവെൻറ്റിലാണ് സിസ്റ്ററിൻ്റെ കബറിടം. അത് ആളെക്കുറിച്ച് ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് വളരെയധികം നമ്മുടെ ജീവിതത്തിലേക്ക് ആശ്വാസം പകരുന്നതാണ് ആ സിസ്റ്ററിൻ്റെ ജീവചരിത്രം. 26-ാമത്തെ വയസ്സിലാണ്ട് മരിച്ചുപോയി. കന്യാസ്ത്രീയായിട്ട് 35 ദിവസം ജീവിച്ചുള്ളൂ. പക്ഷേ അത് വിശുദ്ധയായി മാറി എന്ന് പറഞ്ഞാൽ ഇപ്പം വിശുദ്ധയായിട്ടില്ല, ആവും പഠനങ്ങൾക്കൊക്കെ ശേഷം. ഞാൻ ആ ചരിത്രം വായിക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഈ മരിയ സെലിൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ പറയുമ്പോഴേ, ഈ ഉണ്ണികളെ, ആളുടെ താഴെ ഉണ്ണികളെ തൊട്ടിമുണ്ടിൽ കെടുത്തുമ്പോൾ ഇവള് പോയിട്ട് തൊട്ടിമുണ്ടിൽ നിന്ന് കുട്ടികളെടുത്ത് താഴത്ത് കിടത്തും. അപ്പോൾ അമ്മ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ തൊട്ടിയിൽ നിന്ന് എടുത്തിട്ട് താഴത്ത് കിടത്തണേ? അപ്പോൾ മരിയാസിനെ പറയും, ഈശോ വന്ന് നോക്കുമ്പോൾ ഈ മുണ്ടിൻ്റെ തടസ്സം കാരണം ഉണ്ണികളെ കണ്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഈശോയ്ക്ക് ശരിക്ക് കാണാനാണ് ഞാൻ തൊട്ടിമുണ്ടിൽ നിന്ന് എടുത്ത് താഴത്ത് കിടത്തുന്നത്. അപ്പോൾ കുട്ടി വിചാരിച്ചിരിക്കുന്നത്, ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ പണ്ട് കുട്ടികൾ മുന്നിൽ മുട്ടുകുത്തെന്ന് പറയുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വിചാരം, കുട്ടികളെ മുന്നിൽ നിർത്തുന്നത് അവർക്ക് ഉയരക്കുറവായതുകൊണ്ട് ഈശോയ്ക്ക് കാണാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ശരിക്ക് കാണാനാണ് ഈ മുമ്പിൽ നിർത്തുന്നത് കുട്ടികളെ. അതാണ് ആളുടെ കൊച്ചു ചിന്ത. അങ്ങനെ കുറേ കൊച്ചു ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതൊന്നും പുറത്ത് പറഞ്ഞാൽ ചിരിച്ച് മണ്ണ് വെപ്പും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും പുറത്ത് പറയാറില്ല. ചിലതിങ്ങനെ പുറത്ത് പറയും. അപ്പോൾ ഞാനങ്ങനെ മനസ്സിൽ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ഔസേപ്പിതാവുണ്ടല്ലോ, ഈ ഔസേപ്പിതാവിൻ്റെ കയ്യിൽ ഉണ്ണി ഉണ്ടാവും എപ്പോഴും. അത് വേലൂപ്പാടത്തെ ഔസേപ്പിതാവ്, അത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. വേലൂപ്പാടത്തെ ഔസേപ്പിതാവ്, ചെറുപ്പം മുതലേ വേലൂപ്പാടത്തെ ഔസേപ്പിതാവ് മനസ്സിൽ പതിഞ്ഞു പോയി. മാത്രമല്ല, എൻ്റെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് ഔസേപ്പിതാവിനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിതാവായ ദൈവം ഭൂമിയിൽ അപ്പാ എന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ട് തൻ്റെ പുത്രന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പരിശുദ്ധമായ ജീവിതമാണ് ഈ ഔസേപ്പിതാവിൻ്റെ. അപ്പോൾ ദൈവപുത്രനോട് അപ്പാ എന്ന് വിളിച്ചോളാൻ, ഭൂമിയിലത്തെ അപ്പാ എന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അപ്പ എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനായിട്ട് ഔസേപ്പിതാവിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഔസേപ്പിതാവിൻ്റെ അവിടെ പോവും.
അപ്പം ഈ ദിവസങ്ങൾ ഈ വർഷങ്ങളിൽ നിങ്ങൾക്കറിയാം ആമാശയം പോയ പിന്നെ ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു ടീസ്പൂൺ കഞ്ഞിയാണ് എനിക്ക് കഴിക്കാൻ പറ്റുക ഒരു പ്രാവശ്യം. പിന്നെ അടുത്ത ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കഴിക്കാം, പിന്നെയും കഴിക്കാം, കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കാം. എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുന്ന മൃഗത്തിൻ്റെ പേരെന്താ അതെനിക്കറിയില്ല, എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കും. അതുപോലെയായി മാറി ആമാശയം കഴിഞ്ഞപ്പോൾ. അതിങ്ങനെ കിട്ടിയില്ലെങ്കിൽ അറ്റാക്ക് വരും. അപ്പോൾ വേണം ഭക്ഷണം. എത്ര ഭക്ഷണം? ഒരു ടീസ്പൂൺ. അപ്പോൾ അന്ന് ഒരു ടീസ്പൂൺ ചോറ് കഴിക്കാൻ കൊതിയായപ്പോൾ ഔസേപിതാവ് 19-ാം തീയതി മാർച്ച് 19-ാം തീയതി ഊട്ടിൻ്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ ഒരു മകള് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഒരു അച്ഛൻ്റെ സ്ഥാനത്തിൽ ഇരുന്ന് കഴിക്കുന്ന സമയത്താണ് ഞാൻ ഒരു ടീസ്പൂൺ ചോറ് തിന്ന് തുടങ്ങിയത്. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് പോയി. ഇപ്പോൾ ഈ കുറേ നാളുകൾ ഇപ്പം ഞാൻ എപ്പോൾ ഹോട്ടലുകളിൽ കയറിയാലും, ഹോട്ടലിൽ കയറുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണക്രമങ്ങളൊക്കെ ഈ സ്കാനിങ്ങിനും പെറ്റ് സ്കാനൊക്കെ എടുക്കുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിനിരിക്കും. എപ്പോൾ ഭക്ഷണത്തിന് പോയാലും ഞങ്ങളെ കൊണ്ടുപോകുന്ന ഡ്രൈവറോ അല്ലെങ്കിൽ ആരാണ് കൊണ്ടുപോകണമെങ്കിൽ അവരും ഫ്രാൻസിസ് ഏട്ടനും ഞാനും ഹോട്ടലിലിരിക്കുമ്പോൾ രണ്ടാൾക്കേ പറയാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഏത് ഹോട്ടലിൽ കയറിയാലും അപ്പോൾ അമ്മയ്ക്കൊന്നും വേണ്ടേ, അപ്പോൾ ഇവർ പറയും അമ്മയ്ക്കൊന്നും വേണ്ടെന്ന്. അപ്പം ഞാൻ തമാശയ്ക്ക് പറയും, മോനെ അമ്മയ്ക്ക് ആമാശയില്ല, പിന്നെ എന്തിനാ ഭക്ഷണം, അത് തമാശയ്ക്ക് പറയും. അപ്പം ഇവർ രണ്ടുപേരും ഭക്ഷണം എടുക്കുമ്പോൾ അവരുടെ ഒരു ടീസ്പൂൺ എടുക്കല്ലേ വേണ്ടു. അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്ന് വരെ 3 വർഷമായി എനിക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ ഈ ബുധനാഴ്ച ഔസേപിതാവിൻ്റെ അടുക്ക് പോയി. വേറൊരു വലിയൊരു ഭീകരമായൊരു പ്രശ്നം വന്നപ്പോൾ അതിന് വേണ്ടിയാണ് ഔസേപിതാവിൻ്റെ അടുത്തേക്ക് ഓടിയത്. അത് ഭൗതികമായ പ്രശ്നമല്ല കേട്ടോ. ഞാൻ ഔസേപിതാവിൻ്റെ അടുത്തെത്തി. ഈ ഔസേപിതാവിൻ്റെ കയ്യിൽ ഒരു കുട്ടീനെ പിടിച്ചിട്ടുണ്ടല്ലോ, ആ കുട്ടിയാണല്ലോ നമ്മുടെ ചങ്ക്, അതാണല്ലോ നമ്മുടെ സെൻട്രൽ പോയിന്റ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ സെൻട്രൽ പോയിന്റിനെ കൈപ്പിടിച്ച് നടത്തുന്നവൻ ഔസേപിതാവാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുക. കൊച്ചു ചിന്തയാണ്. ഇതിലെ തിയോളജിക്കലി തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ അങ്ങനെ ചിന്തിക്കും. ഈ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഈശോയാണ്, പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ആ കേന്ദ്ര ബിന്ദുവാകുന്ന പരിശുദ്ധ കുർബാനേനെയാണ് ഈ ഔസേപിതാവ് കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഔസേപിതാവ് ആരായിരിക്കും? മഹാ അത്ഭുതകരമായൊരു പ്രതിഭാസമായിരിക്കും, വിശുദ്ധിയുടെ ഒരു പ്രതിഭാസമാണ് ഈ ഔസേപിതാവ്. അപ്പം അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവസാന ഔസേപിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ആ കൊടുത്താൽ അവിടെ അങ്ങനെ സാധിക്കും ചെയ്യും. സാധിക്കാത്തതുണ്ടാകാം, എല്ലാം സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ബുധനാഴ്ച പോയി ഇപ്പോൾ ഒരു അത്ഭുതം നടന്നു. ഞാനവിടെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല, അടുത്ത ബുധനാഴ്ച ഞാനത് പറയും. ഞാൻ ഔസേപിതാവിൻ്റെ കുർബാനയും ആരാധനയും പിതാപാതിയും ഒക്കെ കഴിഞ്ഞ് ഊട്ടുണ്ണാനായിട്ട്, അപ്പോൾ എന്നെ കൊണ്ടുപോയ മകനോട്, അവനെ ഞാൻ കാറ്റീസം സ്റ്റുഡൻ്റായിരുന്നു, അപ്പോൾ ആ മകനെ കൊണ്ടുപോയത്, ഞാൻ ഊട്ട് വാങ്ങാറില്ല, പക്ഷെ എനിക്ക് ഊട്ട് ഉണ്ണണം, ഒരു ടീസ്പൂണെങ്കിലും ഉണ്ണണം. അപ്പം അതുകൊണ്ട് അവനും ചോറ് വാങ്ങി ഞാൻ വരി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആമാശയില്ലാത്ത ചേച്ചിയാണ്, ക്യാൻസർ രോഗിയാണ്, എനിക്കൊരു ടീസ്പൂൺ ഇട്ടാൽ മതി എന്ന് പറയുമ്പോഴേക്കും ആ സഹോദരി ഒരു കൈപ്പത്തി ചോറ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? കൈപ്പത്തി ചോറ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അരിപ്പക്കലത്തിൽ നിന്ന് കൈപ്പത്തി എടുത്തിട്ട് ഓരോ കൈപ്പത്തി ഇട്ട് കൊടുക്കുക. പ്രമേഹ രോഗികൾക്ക് ഒരു കൈപ്പത്തിയെ കൊടുക്കുള്ളൂ. അങ്ങനെ കൈപ്പത്തി എന്നാണ് ഞങ്ങൾ പറയാം. അപ്പോൾ ചോറിടുന്ന ആ കയ്യിൽ ഒരു കയ്യിൽ ചോറ് എൻ്റെ പാത്രത്തിലിട്ടു. അപ്പോൾ ഞാൻ അയ്യോ എന്തിനാ ഇട്ടത്, ഇങ്ങനെ ഇടണ്ടേന്ന്, ഇതിപ്പം ഇനി എങ്ങനെ മാറ്റാൻ പാടില്ല, അതൊക്കെ ഔസേപിതാവ് നോക്കിയോളും, അമ്മച്ചി കൊണ്ടുപോക്കോന്ന്. അങ്ങനെ കറികളിട്ടു അവരിട്ട് ഞാൻ നടന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇത് എനിക്ക് തിന്നാൻ പറ്റില്ല, ഇത് കളയേണ്ട ഗതികേടാവുമെന്ന് തോന്നണേ. അങ്ങനെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ വേറെ സംസാരിച്ച് നിലത്തിരുന്ന് ഞങ്ങൾ ചോറുണ്ടായിരുന്നു. അപ്പോൾ ഔസേപിതാവിനെ ഞാൻ പ്രാർത്ഥിച്ച, ഔസേപിതാവേ നീ വരണേട്ട, എത്രത്തോളം തിന്നാൻ പറ്റും, ഇന്ന് കളയേണ്ടി വരും, അത് പാപമാക്കരുത്, ഒരു വറ്റി പോലും കളയുന്നത് എനിക്കിഷ്ടമില്ല. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളിങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പ്ലേറ്റിൽ ചോറ് കഴിഞ്ഞൊടുങ്ങി. ആരോ എൻ്റെ പ്ലേറ്റ് ചോറ് ഇങ്ങനെ മാടി എൻ്റെ ഭാഗത്തേക്ക് തിന്നു പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞു, ഞാൻ ഈ ചോറ് മുഴുവൻ തിന്നല്ലോ,
അപ്പോൾ അവന് പറഞ്ഞു ഞാനും അതാ നോക്കണ ടീച്ചറെന്ന് വിളിക്കുന്നത്. ഞാൻ കാറ്റഗിസം 21 വർഷം ഞങ്ങളുടെ ഇടവകയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 21 വർഷത്തെ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം ടീച്ചർ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ടീച്ചർ ഈസി ആയിട്ട് ചോറ് തിന്നണുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ദൈവമേ പിഴച്ചു പോയി മോനെ, സാധനം ഉള്ളിൽ പോയി, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 25 മിനിറ്റ് കഴിയുമ്പോൾ നെഞ്ചിടിപ്പ് വരും, ഞാൻ കിടക്കേണ്ടി വരും, നമുക്ക് കാറിൽ പോയി കിടക്കാൻ എന്തായാലും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ആരും എൻ്റെ ചോറ് ഇങ്ങനെ കൂട്ടിയിടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണുകളടച്ച് നോക്കിയപ്പോൾ ഈ ഔസേപ്പിതാവ് കയ്യിൽ പിടിച്ചേക്കണ കുട്ടിയാണ് എനിക്ക് ചോറിങ്ങനെ ഇട്ടിട്ട് തിന്നോ എന്ന് പറയുന്നത്. ഞാൻ ആ മോനോട് പറഞ്ഞു ഉണ്ണീശോയാണ് ഈ ചോറിങ്ങനെ കൂട്ടി എനിക്ക് ഇട്ട് തന്നെ എല്ലാം അവസാനിപ്പിച്ച് പ്ലേറ്റ് കാര്യമാക്കിയിട്ട്. ഞാൻ പറഞ്ഞു ദൈവമേ ഉണ്ണീശോയല്ലേ തരുന്നത്, എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ അവസാനത്തെ പറ്റും കഴിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് 25 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റ് കഴിഞ്ഞു. എനിക്കൊരു പ്രശ്നവുമില്ല. പ്രിയ കൂട്ടുകാരെ, ഇത് എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ്. കാരണം ഒരു സാധാരണ വ്യക്തി ചോറുണ്ണുന്നത് പോലെ ഞാൻ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഊണ് 3 വർഷങ്ങൾക്ക് ശേഷം കഴിച്ചു. 2023 ഓപ്പറേഷൻ. ഇപ്പോൾ 2026 സെപ്റ്റംബർ 4 3 വർഷം കഴിഞ്ഞു. അപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഒരു പ്ലേറ്റ് എടുത്ത് ചോറെടുത്ത് സാധാരണ ഒരു മനുഷ്യത്തി കഴിക്കുന്ന പോലെ കഴിച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത് ഞാൻ സാക്ഷ്യം പറയണമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഔസേപ്പിതാവ് ചെയ്ത വലിയൊരു അത്ഭുതമാണിത്. ഇത് അത്ഭുതമാണെന്ന് പറയാൻ കാരണം പിന്നെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇതുപോലെ ഞാനിത്തിരി കുറച്ചും കൂടി അങ്ങോട്ട് സ്വാർത്ഥമതിയായെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടല്ലോ അപ്പം വീട്ടിലുണ്ടാന്ന് വെച്ചു. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ആ ഔസേപ്പിതാവ് കൈപ്പിടിച്ച കുട്ടി പറഞ്ഞു നീ സാധാരണ പോലെ തന്നെ ഭക്ഷിച്ചാൽ മതി. അത് എൻ്റെ അപ്പൻ്റെ ഇടപെടലുകൊണ്ട് കഴിച്ചതാണ്. ഞാനങ്ങനെ വീണ്ടും 2 ടീസ്പൂൺ കഞ്ഞിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ ബുധനാഴ്ച ഉണ്ടായ ഈ അത്ഭുതം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ കുട്ടി പറയുന്നത് പറയണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയണത്. എനിക്ക് ഇതിൽ കൂടെ ഒരു കാര്യം മനസ്സിലാക്കി തരാനുള്ളൂ. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കുറേ സഹനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ ഇതിനെന്ത് പരിഹാരം ദൈവമേ എന്ന് തോന്നിപ്പിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം നമ്മുടെ ചുറ്റുപാടും കിടന്ന് ചോദിക്കുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഒരു സെക്കൻഡ് മതി. ദൈവം അത് മാറ്റാണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം എന്തോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ബുധനാഴ്ച പോയിട്ട് ഇതുപോലെ മാന്യമായിട്ട് ചോറ് കഴിച്ച ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും 1 ടീസ്പൂൺ 2 ടീസ്പൂൺ. അപ്പോൾ ഈശോ കാണിക്കുകയാണ് എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. എത്ര വലിയ പ്രശ്നങ്ങളിൽ കൂടെ പോവുകയാണെങ്കിലും ഇപ്പോഴത്തെ കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിൻ്റെ പരിഹാരമില്ല. വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വിവാഹം കഴിയുന്നതിന് മുമ്പ് ഈ ചെറുക്കനും പെണ്ണും ഇത് സംസാരിക്കാനാണ് നമുക്ക് ക്യാമ്പൊക്കെ വെച്ചിരിക്കുന്നത്. ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ വിവാഹത്തിന് മുമ്പ്. അപ്പോൾ അവർ അതൊന്നും അപ്പം സംസാരിക്കില്ല. എൻ്റെ ഇഷ്ടതാണ്, ഇങ്ങനെ ഞാൻ ജീവിക്കുള്ളൂ എന്നൊന്നും പറയില്ല. പക്ഷെ വിവാഹം കഴിയുമ്പോൾ പിന്നെ കണ്ടീഷൻസായി. അതൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത കണ്ടീഷൻസാണ്. അപ്പോൾ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഈശോ പിതാവായ ദൈവം ആശീർവദിച്ച കൂദാശയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നല്ല ജീവിതം നയിച്ച് കുഞ്ഞുങ്ങളെ ദൈവത്തിനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറപ്പിക്കണം, അവരെ ദൈവമക്കളായിട്ട് വളർത്തണം. അതാണല്ലോ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം. അതായത് കുഞ്ഞുങ്ങളെ
നമ്മൾ ഈശോയ്ക്ക് കൊടുക്കണം. അതിന് ദൈവം നമ്മൾ ഈ ഭാര്യനും ഭർത്താവിനെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇന്ന് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് ഒന്നും ഇങ്ങനെയൊരു ബന്ധവും വേണ്ട, ഇങ്ങനെയൊരു കുഞ്ഞുങ്ങളും വേണ്ട. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ കല്യാണം കഴിക്കണേന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ കുറേ വിവാഹ ജീവിതങ്ങൾ, കുറേ കുടുംബങ്ങൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക. പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ, ഒക്കെ മിണ്ടാണ്ട് സഹിക്കുക. ഭൂരിഭാഗം സഹിക്കുന്നത് ചെറുക്കന്മാരാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ഈ കേസുകളിൽ 99% അല്ല 100% പെൺകുട്ടികളാണ് പ്രശ്നം. പെൺകുട്ടികളാണ് പറയുന്നത് വിവാഹത്തിന് ശേഷം എനിക്ക് ഇങ്ങനെ വേണ്ട, എങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ. അതായത് അവരുടെ ഒരു എന്ത് നിയമം അല്ലെങ്കിൽ അവരെന്തോ ഒരു സെക്ടറിൽ ചെന്ന് പെട്ടിട്ടുണ്ടെന്നാണ് തോന്നണേ. അവർ പറയും അടിച്ചു എപ്പിക്യൂറിയനെസ്സോ അതെന്ത് ഭാഷ ഉണ്ടതിനാവോ, ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുക, നന്നായി ജീവിക്കുക, കുഞ്ഞു കുട്ടികളൊന്നും വേണ്ട, അതൊക്കെ പ്രാരാബ്ദങ്ങളാണ്. പിന്നെ വിവാഹ ബന്ധവും വേണ്ട. പക്ഷെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതെന്തിനാണാവോ അങ്ങനെ കഴിക്കുന്നത്? അപ്പോൾ കുറേ പ്രശ്നങ്ങൾ, കുറേ മക്കൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ 100% ഞാൻ കേട്ട കാര്യങ്ങളിൽ ഈ വിവാഹബന്ധം വേണ്ട, അതായത് ശാരീരിക ബന്ധം വേണ്ട, കുഞ്ഞുങ്ങളും വേണ്ട, വെറുതെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രശ്നമായിട്ട് ഡിവോഴ്സ് ആവുന്ന കേസുകളിൽ എല്ലാം ഈ പെൺകുട്ടികൾക്കാണ് പ്രശ്നം. പെൺകുട്ടികളാണ് പറയുന്നത്. ഈ ആൺകുട്ടികൾ അങ്ങനെ പറയുന്നതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എന്ത് വലിയ പ്രശ്നം, ഇതെങ്ങനെ കൈകാര്യം, എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ ഇതിനെങ്ങനെ സോൾവ് ചെയ്യണം? അതിന് 2 ആളുകളാണ് ഏറ്റവും നല്ലത്. ഒരിക്കലെങ്കിലും ഡിവോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചല്ലോ ഔസേപ്പിതാവ് കന്യകാമറിയത്തിന്. അപ്പോൾ അതുകൊണ്ട് കന്യകാമറിയത്തിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും അടുത്ത് പോയാൽ മതി, ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നത് പറഞ്ഞു തരും. അതുപോലെ കുടുംബത്താകെ പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങൾ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോകേണ്ട സ്ഥലം ഔസേപ്പിൻ്റെ പക്കലാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഔസേപ്പാണ് പിടിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ കയ്യിൽ. ആ കുട്ടിയാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ്. അപ്പോൾ ഔസേപ്പ് പറഞ്ഞാൽ ആ കുട്ടി കേൾക്കും. നമ്മുടെ വിശ്വാസം എത്ര ചെറുതാണോ എത്ര വലുതാണോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. മരിയ സെലിൻ എന്ന് പറയുന്ന സിസ്റ്റർ ഈശോയുടെ കുരിശുരൂപം നോക്കിയിട്ട് കുഞ്ഞ് ചെറുപ്പത്തിൽ ചോദിക്കുന്നു, ഈശോയെ നീ ഇങ്ങനെ കൈ വിരിച്ച് പിടിച്ച് കുറേ നേരമായിലേക്ക് എടുക്കണു, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് കൈ കടക്കില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി കുറച്ച് നേരം കൈ വിരിച്ച് പിടിച്ച് കിടക്കാം. അങ്ങനെ ആൾ കുഞ്ഞു ചെറുപ്പത്തിൽ കൈ വിരിച്ച് പിടിച്ച് നിൽക്കും എന്നാണ് പറയുന്നത്. അതാ കുട്ടിയുടെ വിശ്വാസമാണ്. ഈശോയ്ക്ക് കൈ കഴിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇനി കൈ പിടിച്ചോളാം. പക്ഷേ അത് ഈശോയ്ക്ക് വലിയ സന്തോഷമായിരുന്നു എന്നാണ് പറയണേ, വലിയ ആശ്വാസമായിരുന്നു ആ കുട്ടീനെ കൈ വിരിച്ച് പിടിക്കുമ്പോൾ. അപ്പം അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ പാപം കാരണം ഈശോയുടെ തിരുത്തോളിലെ മുറിവ്, കുരിശ്, ഈശോയ്ക്ക് താങ്ങാൻ കഴിയാതെ പോകുന്ന കുരിശ്, അത് കണ്ടിട്ട് മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ഈശോയോട് പറയുകയാണ്, ഈശോയെ ഈ മനുഷ്യരുടെ പാപം കാരണം നിനക്ക് കുരിശ് താങ്ങാൻ പറ്റാണ്ടായില്ലേ, കുറച്ച് നേരം ഞാൻ താങ്ങാം ഈ കുരിശ് എന്ന് പറയണമെന്ന് ഞാൻ പറയില്ല. എന്ന് പറഞ്ഞാൽ കുരിശിൻ്റെ ഒരു ഭാഗം സ്നേഹമുള്ളവരോടാണ് നമ്മളിങ്ങനെ പറയുക, അല്ലേ? നല്ല സ്നേഹമുള്ളവർ ദുഃഖിക്കണമെന്ന് കാണുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ ഇടപെടും. നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ആളുകൾ മരിക്കാൻ പോകുന്നത് കാണുമ്പോൾ നമ്മൾ നിലവിട്ട് പ്രാർത്ഥിക്കും, ഇല്ലേ? പ്രാർത്ഥിക്കും അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചങ്കായിട്ട് സ്നേഹിക്കണ ഈശോ കുരിശിച്ച് ഒന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ
നമ്മളൊരു കൊച്ചു കുഞ്ഞിൻ്റെ മനോഭാവത്തോട് പറയുകയാണെന്ന് നോക്കി, ഈശോയെ നീ എന്തുമാത്രം സഹിക്കുന്നത്, ആ കുരിശ് ഞാൻ കുറച്ചു നേരം ചുമന്നോളാം എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് സന്തോഷമാവും, ഈശോയ്ക്ക് ആശ്വാസമാവും. കാരണം ആ കുരിശിൻ്റെ ഭാരം, കുറച്ച് ഭാരം ഈശോ നമ്മുടെ തോളത്ത് വയ്ക്കും. വെറുതെ ഒന്ന് തോളത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. ദാ വരുന്നു ഭീകരമായ പ്രശ്നങ്ങൾ, കുടുംബത്തെ പ്രശ്നം, ആകെ പ്രശ്നം, എല്ലാവരും ഭയങ്കര പ്രശ്നം. അപ്പം എല്ലാവരും പറയും കൂടുതൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ശരിയായിരിക്കാം, ഈശോയുടെ ആ സഹനം നമ്മൾ ചോദിച്ച് മേടിച്ചത് കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ആരും ഈശോനെ ആശ്വസിപ്പിക്കുക? അപ്പോൾ ഈശോ ഈ സഹനങ്ങൾ തരും. ഈ സഹനങ്ങളൊക്കെ പാപികളുടെ മാനസാന്തരത്തിനും പാപപരിഹാരമായിട്ടും കാഴ്ചവെക്കും. അപ്പോൾ ഒരു വലിയ അത്ഭുതം നടക്കും. ഈശോ നമുക്കായിട്ടൊരു സംഭവം കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയാൽ നമുക്ക് സഹനം സ്വീകരിക്കാൻ പറ്റുള്ളൂ. മരിയാസേലിൻ അങ്ങനെ സഹനം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. സന്തോഷത്തോടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സെൻട്രൽ പോയിന്റ് ഔസേപ്പിതാവിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി കുറേ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ സഹനം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ലോകത്ത് സഹനങ്ങൾ വരുമ്പോൾ കൊച്ചു ബുദ്ധിയിൽ ചിന്തിക്കണം, ഇത് ഈശോയ്ക്ക് സഹിക്കാൻ പറ്റണ്ട, ഇപ്പോൾ വേറെ രൂപത്തിൽ എനിക്ക് തന്നതാണ്, നന്ദിയുണ്ട് ഈശോയെ, ശക്തി തന്നോളൂ എന്ന് പറഞ്ഞാൽ മതി. ശക്തി തരും. നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമൊന്നും തരില്ല. താങ്ങാൻ പറ്റില്ല എന്ന് കണ്ട പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇയർ ബാലൻസ് അല്ലായിരുന്നു, അത് കുറേ കാര്യങ്ങൾ ബ്രെയിനത്തെ വേറെ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്നൊരു പിടിയില്ല. പാവം ആ കുട്ടി പേടിക്കും. എന്നിട്ടാണ് എന്നോട് പറഞ്ഞത് കോളർ എടുത്തിടാൻ. പ്രിയ സഹോദരങ്ങളെ, ആ കോളർ എടുത്തിട്ട് അന്ന് മുതൽ ഞാൻ കറക്റ്റായി. എനിക്ക് പിന്നെ ബാലൻസിൻ്റെ പ്രശ്നം വന്നിട്ടില്ല. ബാലൻസ് പ്രശ്നമല്ലായിരുന്നത്. അപ്പോൾ തലകറക്കൊക്കെ മാറി. കാരണം ആ കുട്ടിയാണല്ലോ പറഞ്ഞത്, ആ കുട്ടിയല്ലേ ദിവ്യവൈദ്യനാവശ്യതം, ആ കുട്ടിയല്ലേ നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൈ പിടിച്ച്, അല്ലെങ്കിൽ ആ ദൈവം കൈ പിടിച്ചിരിക്കുന്ന ആ കയ്യെ ഭയങ്കര പവറുള്ള കയ്യാണ്. അതാണ് ഈ വേലുപ്പാടത്തെ ഔസേപ്പിതാവ്. ഞാനങ്ങനെ ഔസേപ്പിതാവിൻ്റെ ഈ ഒരു അത്ഭുതം കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൽ കൊതിച്ചിട്ട് ആ വീട്ടിൽ വന്ന് ഇനി ചോറുണ്ണാം ഇതുപോലെ. ആ വീട്ടിൽ വന്നപ്പോഴാണ് കുട്ടിയുടെ രണ്ടാമത്തെ ഓർഡർ. അത് എൻ്റെ അപ്പനോട് പറഞ്ഞിട്ട്, ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാനാ, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാം എടുത്തു മാറ്റാൻ എനിക്ക് പറ്റും. പക്ഷെ ഞാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്, ജെറമിയ 29:11 നിനക്ക് തന്നിട്ടില്ലേ? എന്നോട് പറഞ്ഞു, നിനക്ക് 25 വർഷം 26 വർഷം ഞാൻ തന്നില്ലേ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നാശത്തിനല്ല ക്ഷേമത്തിനാണ്. ഏത് രോഗവും എടുത്തു മാറ്റാൻ എനിക്കൊരു മിനിറ്റ് മതി, പക്ഷേ എൻ്റെ പദ്ധതി ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. അപ്പം അതുപോലെ ഈശോ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ അവിടെ ഉണ്ടു എന്ന് വിചാരിച്ച് ഇവിടെ ഉണ്ണണ്ട, അത് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, എൻ്റെ അപ്പൻ്റെ ശക്തി ഉണ്ടല്ലോ, അപ്പം പറഞ്ഞാൽ മോന് ഉപേക്ഷിക്കാൻ പറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസമാണ്. ഈശോയുടെ തിരുരക്തം കൊണ്ട് ലോകം മുഴുവൻ കഴുകാൻ, ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഈശോയുടെ തിരുരക്തം പിതാവിന് സമർപ്പിക്കാൻ നമ്മൾ സമർപ്പിച്ച യോഗ്യത ഉണ്ടാവില്ല. അപ്പം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാം, ഔസേപ്പിതാവിൻ്റെ കൈകളിൽ കൊടുക്കാം. നമ്മുടെ ഭൂമിയിലെ അപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.